ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യു ഓൺ മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളും തത്സമയം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വാട്സപ്പിൽ PNG ഇമേജസ് എങ്ങനെയാണ് സെൻഡ് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ 2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ ഒന്നിൻ്റെ പേരെന്ന് പറയുന്നത് പേഴ്സണൽ സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും, രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട് എറൈസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുമാണ്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനകത്ത് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് എറൈസറാണ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരിക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറൈസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിലേക്ക് നമ്മളൊരു ഇമേജ് ആഡ് ചെയ്യുക. ലോഡ് എ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഇമേജ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതാണ്ട് ഈ ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ക്രോപ്പ് ചെയ്ത് ഈ പിക്ചറിൻ്റെ സൈസ് വലുതാക്കാം. ഞാനിപ്പോൾ സാമ്പിളിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ എറൈസറിൻ്റെ അകത്ത് ടൂൾസുകളായിട്ട് മാനുവലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും, അതുപോലെ തന്നെ ആട്ടോ, മാജിക് എന്ന് പറയുന്ന ഒരു 3-4 ഓപ്ഷൻ കാണാം. അതിൽ മാനുവലായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ മാനുവൽ സൈസൊക്കെ നമുക്ക് ഈ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ബാർ ഉള്ളത്. അപ്പം മാനുവലായിട്ട് എങ്ങനെയാണ് ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. മാനുവലായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോയുടെ എഡ്ജസ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഓട്ടോ സെലക്ട് ചെയ്ത് നമ്മളിത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ കളറായിട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലെ റിമൂവായി കിട്ടും. അപ്പോൾ അത് നമ്മളുടെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സിംഗിൾ കളർ അല്ലെങ്കിൽ അത് നമുക്ക് എല്ലാ ഭാഗവും ക്ലിയറായിട്ട് റിമൂവ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ മാജിക് ടൂളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഇമേജ് മാത്രം നമുക്ക് കറക്റ്റ് ചെയ്ത് ഇതുപോലെ അതിനടുത്ത് ആ ബ്രഷിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കണം. അപ്പോൾ ഇച്ചിരി ബ്രഷിൻ്റെ സൈസ് ഇച്ചിരി വലുതാണ്. ബ്രഷ് സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ ഈ ഫോട്ടോയുടെ അടുത്തുകൂടെ ഇതിനെങ്ങനെ പാസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എഡ്ജ് ക്ലിയറായിട്ട് തന്നെ നമുക്ക് ഈ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്യാൻ വിട്ടുപോയ ഭാഗങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ BG കളർ എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിലെ കളറ് റിമൂവ് ആവാത്തത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യാം. ഇതുപോലെ വീണ്ടും അത് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എഡ്ജസ് നമുക്ക് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഫെദർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നമ്പറുകളുണ്ട്. അതിൽ 2ഓ 3ഓ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്ന ആ ഒരു രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ PNG ഫയലായി നമ്മളുടെ മൊബൈലിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് പേഴ്സണൽ സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ കാണുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ PNG ഫയലായിട്ട് മൊബൈലിൽ സേവ് ആയിട്ടുള്ള എല്ലാ ഇമേജസും നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ എറൈസർ ടൂൾ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത സ്റ്റിക്കറുകൾ 31 പീസസ് ഇതിനകത്തുണ്ട്. അതായത് 30 പീസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാൻ കഴിയുള്ളൂ. ഒരു ഫോൾഡറിൽ 30 PNG ഇമേജസ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ 31 ഉണ്ട്, അതുകൊണ്ടാണ് ഒരെണ്ണം റിമൂവ് ആയിട്ട് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ PNG ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജുകളാണിത്. നമ്മൾ മൈ ഫോൾഡറിൽ പോയി നമ്മളൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിന് PNG ഇമേജസ് എന്നോ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ ഇമേജസ് ആഡ് ചെയ്യാൻ.
അപ്പം ഞാനിപ്പോൾ എറൈസർ ടൂൾ ഉപയോഗിച്ച് ആഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഇമേജ് PNG ഫോൾഡർ എന്ന് പറയുന്ന അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. പുതിയ ഫോൾഡറായ PNG ഇമേജ് എന്നുള്ള പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിൽ നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം പേഴ്സണൽ സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന PNG പിക്ചേഴ്സ് എന്നുള്ളതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നമ്മളെ പിക്ചർ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ആഡ് ടു വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ മൊബൈലിൽ 2 വാട്സപ്പ് ഉണ്ട്. അതിൽ ഒരു വാട്സപ്പിൽ ഞാനിത് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ആഡ് ചെയ്തു ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് വന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യും. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ അയച്ച കുറച്ച് സ്റ്റിക്കറുകൾ ഇതിനകത്ത് കാണിക്കാം. ഇത് ഞാൻ നേരത്തെ ഇതുപോലെ അയച്ചിട്ടുള്ള സ്റ്റിക്കറുകളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത സ്റ്റിക്കർ എങ്ങനെയാണ് അയക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ സ്മൈലിഷിൻ്റെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. സ്മൈലിഷിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ജിഫ് ഫയലും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സിൻ്റെ ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഇതിനകത്ത് ഓൾറെഡി വരും. അത് വന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ ആയിരിക്കും കാണുക. നമ്മൾ ഈ കോർണറിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ടുള്ള വാട്സപ്പിൻ്റെ തന്നെ കുറേ സ്റ്റിക്കറുകൾ കാണാൻ കഴിയും. മൈ സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന 2 ഫോൾഡർ ഇതിനകത്ത് വരുന്നതായിട്ട് കാണാം. അതിൽ നമ്മളുടെ ഫോട്ടോ ഉണ്ട്. ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റാറിന് തൊട്ടടുത്തായിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. അതിൽ കാണാൻ കഴിയുന്നില്ല. അവിടെ ഫോൾഡർ ഒരെണ്ണമുണ്ട്. ആദ്യത്തെ പിക്ചറായിരിക്കും നമ്മളുടെ ഫോൾഡറിൽ കിടക്കുന്ന ആദ്യത്തെ പിക്ചറായിരിക്കും അവിടെ കാണിക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിട്ട ഇമേജ് ഇതിനകത്ത് കാണാൻ കഴിയും. ആ ഇമേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളുടെ ഇമേജ് PNG ആയിട്ടുള്ള ഇമേജ് നമ്മുടെ വാട്സപ്പിൽ സെൻഡ് ആയിട്ടുള്ളതായിട്ട് കാണാം. ഇനി ഒരെണ്ണം കൂടെ അയച്ച് കാണിക്കാം. ഇതുപോലെ നമ്മുടെ PNG ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഇതുപോലെയാണ് നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് പേര് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിക്സൽ ലാബോ അതല്ലെങ്കിൽ PS ടച്ച് എന്ന് പറയുന്ന ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചോ ലെറ്റേഴ്സുകൾ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റൂ.